ഹലോ എവരിവൺ, വെൽക്കം ടു ലിറ്ററേച്ചർ അക്കാദമി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെയ്യുന്ന പോസിബിൾ ക്വസ്റ്റ്യൻ സീരീസിൻ്റെ കണ്ടിന്യൂഷനാണ് ചെയ്യുന്നത്. പോസിബിൾ ക്വസ്റ്റ്യൻ സീരീസ് പാർട്ട് 2, ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കാം. ഫെമിനിസ്റ്റ് ലിറ്റററി തിയറി became prominent in which decade? The four options are 1940s, 50s, 60s and 80s. The right answer is option C, 1960s. Question number 12. The Romantic age in English literature roughly spans. ഇപ്പോൾ റൊമാൻറ്റിക് ഏജ് ഏത് കാലഘട്ടമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. അതിൽ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് 1798. ലിറിക്കൽ ബാലഡ്സ് വേർഡ്സ്വർത്തിൻ്റെയും കോളറിഡ്ജിൻ്റെയും സംയുക്ത സംരംഭം സാഹിത്യ സൃഷ്ടി ആയിട്ടുള്ള ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്ത വർഷമാണ്. അതാണ് റൊമാൻറ്റിക് ഏജിൻ്റെ തുടക്കമായിട്ട് കണക്കാക്കുന്നത്. ആൻഡ് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1837. ക്വസ്റ്റ്യൻ നമ്പർ 13. ദ ഓഥർ ഓഫ് കൾച്ചർ ആൻഡ് അനാർക്കി ഈസ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ടെക്സ്റ്റാണ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മാത്യു അർനോൾട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4. You have a line of a poem given there. Death be not proud is a line from a poem by George Herbert, John Donne, Andrew Marvell and William Blake. The right answer is the metaphysical poet John Donne. കാനണൈസേഷൻ ഒക്കെ എഴുതിയിട്ടുള്ള ഡണ്ണിൻ്റെ കവിതയിലെ വരിയാണ് അത്. ക്വസ്റ്റ്യൻ നമ്പർ 15. The Victorian period saw the rise of option A drama, option B novel, option C epic, option D lyric poetry. ഇപ്പോൾ താഴെ പറയുന്നതിൽ ഏത് സാഹിത്യ രൂപമാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 15. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, നോവൽ. ക്വസ്റ്റ്യൻ നമ്പർ 16. ജാക്വസ് ഡെറിഡ ഈസ് അസോസിയേറ്റഡ് വിത്ത് formalism, structuralism, deconstruction, historicism. The right answer is deconstruction. Question number 17. Which of the following is not a Shakespearean tragedy? ഷേക്സ്പീരിയൻ ട്രാജഡീസ് വളരെ പ്രശസ്തമാണ്. സാഹിത്യം പഠിച്ച എല്ലാ കുട്ടികളും ഫെമിലിയർ ആയിട്ടുള്ളതുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് റിലേറ്റീവ്ലി ഈസി ആൻസർ ആയിരിക്കും. താഴെ പറയുന്നതിൽ ഏതാണ് ഷേക്സ്പീരിയൻ ട്രാജഡി അല്ലാത്തത് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദ ടെംപെസ്റ്റ്. Question number 18. Who coined the term intentional fallacy? The options given are T.S. Eliot, William Wimsatt and Beardsley, Harold Bloom and I.A. Richards. The right answer of this question is option B, Wimsatt and Beardsley. Again, formalism ആയിട്ട് ബന്ധപ്പെട്ട ന്യൂ ക്രിറ്റിസിസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ടേമാണ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, വിംസാറ്റ് ആൻഡ് ബിയാഡ്സ്ലി. ക്വസ്റ്റ്യൻ നമ്പർ 19. ദ ഫ്രേസ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് ഈസ് ബൈ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സാമുവൽ ടൈലർ കോളറിഡ്ജിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. വെയിറ്റിംഗ് ഫോർ ഗോദോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് option A realism, option B naturalism, option C theatre of the absurd, option D symbolism. The right answer is theatre of the absurd. ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള മറ്റൊരു 10 ക്വസ്റ്റ്യനുമായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു ഫോർ